ഗൈസ്, എല്ലാവർക്കും നമ്മുടെ എഫ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം ഗൈസ്. Disclaimer: This video is made for entertainment purpose only. It doesn't mean to hurt any. And don't take it seriously. നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ബഗ് സെർവറായിട്ടാണ് നമ്മുടെ എട്ടിച്ചടെ എന്തിനാ നോക്കിയിട്ട് വല്ലേ പുറത്തേനെ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ. പക്ഷേ കുറച്ച് സംഭവം ഉണ്ടായി ഗൈസ്. നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ അങ്ങനെ ആയിരുന്നു. നമ്മുടെ നോട്ട് ക്രാഫ്റ്റർ പോയി അങ്ങനെ എല്ലാവരും നിർത്തി പോയി ഗൈസ്. അവർക്ക് പഠിക്കാണ്ടതാണ്ട് അല്ല ശനി ഞായറും കയറിയാൽ മതിയായിരുന്നു. ഞാൻ അതാ പറയാനുള്ളൂ, അല്ലാണ്ട് എല്ലാ ദിവസം കയറുന്നില്ല. പഠിക്കാനുണ്ടാവുമല്ലോ, എനിക്കുണ്ട് പഠിക്കാൻ. ഇത് നോട്ട് ക്രാഫ്റ്ററുടെ വീടാന്ന് പറഞ്ഞത് എന്നിട്ട് കാട്ടിച്ചിട്ട് പിന്നെ അത് പോയി ഗൈസ്. ആൾക്കിപ്പോൾ പഠിക്കാനുള്ള കാരണം ആളെ നിർത്തി പോയിക്കപ്പോൾ കരണ്ടിലിപ്പോൾ നമ്മുടെ ടീമത്തെ ആരും സർവറിൽ കയറിയിട്ടില്ല ഗൈസ് കുറച്ച് ദിവസമായിട്ട്. എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. നമ്മൾ ഡയമണ്ടിൻ്റെ എന്താ ഫോർഡും പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മൈനിങ് ഏരിയയില്ലേ, നമ്മളെ മൈനിങ് ഏരിയയിൽ അങ്ങനെ പ്രത്യേകിച്ച് എന്തില്ല. നമ്മൾ കുറേ ദൂരത്തോട്ട് മൈൻ ചെയ്തിട്ടാണ് ഗൈസ് നമുക്ക് ഡയമണ്ട് 60 കിട്ടിയത്. ഞാൻ പറഞ്ഞുതരാം. ഓഫ് നല്ല വൈബുണ്ട്. നമ്മളിതാണ് നമ്മുടെ മൈൻ ഷാഫ്റ്റിൻ്റെ എവിടെയാടാ അതൊരു വഴി പോകുമ്പോണ്ടല്ലോ. ഏത് വഴിയാണ് ഞാൻ ചെറുതായിട്ട് മറന്നു കേട്ടാ. ഇവിടെ നമ്മുടെ ബായ് ബ്രോൻ്റെ ഇത് സ്പോണ്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ആള്. അതായത് ഞാൻ തപ്പിക്കൊണ്ടിരിക്കണം. പക്ഷെ കുറേ നേരം നോക്കണം, ഇവിടെ കാണാനില്ലേ. ഇപ്പോൾ എന്തായാലും ഇത് പോട്ടെ. വഴി ഏതാ കയറുന്ന വഴി? അതെ ഈ വഴി കൂടെ കയറാം. ഇതല്ലേ വഴി? ശരി, ഇതിനെ വഴി. ഇത് കൂടെ ഇങ്ങനെ കയറി സ്ഥലത്തെത്തി. ഓക്കെ, ഇവിടെ എന്തൊരു വഴി പോലെ ഒന്നുമില്ല അല്ലേ. ഇത് കാട്ടി പിടിച്ചിങ്ങാവോ. പിന്നെ ഈ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ആരും അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. ചിലരൊക്കെ വെറുതെ കുറേ കമൻ്റൊക്കെ ഇട്ടുണ്ട്. കുറേ കമൻ്റൊക്കെ വരും. പക്ഷേ ഐഡിയ ഒന്നും നല്ലപോലെ സജസ്റ്റ് ചെയ്യാനുള്ള ഇതോടെ കൂടിയൊക്കെ വയ്യേ വരും. ഇവിടെ എന്ത് സംഭവം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതാരാടെ അവിടെ തുരങ്കം പോലെ എന്തുണ്ടാക്കി കോബിൾ സ്റ്റോണൊക്കെ ഇട്ട് എന്തോ സംഭവം ഉണ്ട് കേസ് ഇവിടെ. എന്തിട്ടാണോ അവിടെ കാട്ടുന്നത്? നമുക്ക് എന്തെങ്കിലും ഷീൽഡ് കളയാം. ഓക്കെ, ഷീൽഡ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ എന്തിട്ടല്ലേ? ഒന്നുമില്ല ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച്. വെറുതെ ഇങ്ങോട്ട് വന്നിട്ട് വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട്. അയ്യണമൊന്നും ഇല്ല. അയ്യണ സാധനങ്ങളൊന്നും ഇല്ല. നമുക്ക് എന്തായാലും തിരിച്ചങ്ങോട്ട് കയറിയേക്കാം. ഇത് റെഡ് സ്റ്റോൺ ഹീറോ ബ്രെയിൻ അറിയൂടാ. എന്ത് പോടാ ബഗ്രോക്കിൽ ഹീറോ ബ്രെയിൻ അറിയൂടാ. അയ്യോ ഓർഡർ എന്തിട്ടാണ് എനിക്കൊന്നും മനസ്സിലാവില്ല. അയ്യോ സംഭവം അയ്യോ ഒന്നും മനസ്സിലാവില്ല. എന്തിച്ചാടാ എന്നാലും ഇപ്പം എന്താ ഹീറോ ബ്രെയിൻ എവിടുന്നല്ലേ ഞങ്ങൾ കണ്ടേ? എൻ്റെ കണ്ണാണെങ്കിൽ ചോദിക്കാൻ പറ്റുള്ളൂ. എന്തിച്ചിപ്പോൾ ഞാൻ കണ്ടു? എന്തിച്ചിവിടെ നടക്കണ്? എൻ്റെ ടീമിൽ ആരാണെങ്കിലും ഇപ്പോൾ ഇവിടെ ഇവിടെ ഇല്ല. കരണ്ടിൽ നമ്മുടെ സർവറില്ല. അല്ലെങ്കിൽ അവരാരെങ്കിലും ചെയ്ത് വെച്ചാൽ മനസ്സിലാവും. പക്ഷെ ആരും ഇല്ല. സ്പോണിൽ ആരും ഇല്ല. ആരും ഇപ്പോൾ കളിക്കാറില്ല. എന്നാലും നമ്മളിപ്പോൾ പോണ 2 മിനിറ്റ് ഉണ്ട്. എന്തിപ്പോൾ സംഭവിച്ചതൊന്നും മനസ്സിലാവൂല. അയ്യോ ഒന്നുകൂടി കയറിയേക്കല്ലോ. നമുക്ക് എന്തോ വിശ്വസിച്ച് ഒന്നും കൂടിയും കണ്ണടച്ചൊന്ന് കയറി. ഇവിടെ നിന്നിട്ട് കൂടുതൽ വലിയ കാര്യമില്ല. നമുക്ക് എന്തായാലും ഒന്ന് കയറാണ്ട് വേറെ വഴി. എടാ ഇവിടെ മറ്റേ സൈനും റെഡ് സ്റ്റോണൊക്കെ കണ്ടത് തോന്നിയതാണോ? അല്ല ഇവിടെ ഇല്ല കണ്ടത്. എനിക്ക് തോന്നിയതാണോ ഗൈസ്? എനിക്ക് തോന്നിയതായിരിക്കും അല്ലേ? അതെ, തോന്നിയതായിരിക്കുള്ളൂ. അല്ല എനിക്ക് ഹാലൂസിനേറ്റ് ആയതാണെന്ന് എനിക്ക് തോന്നി. എടാ ആലും ബ്ലോക്ക് നടക്കറ കുരിശ് പോലെയല്ലേ ഇരിക്കണത്? എന്തോടെ നടക്കണം? എന്തോടെ സംഭവിക്കുന്നു മനസ്സിലാവണം. ആരെങ്കിലും പറഞ്ഞു തരുമോ? ഇവിടെ നിന്ന് കണ്ണടയാണല്ലോ. എൻ്റെ കണ്ണടയാണ്. അയ്യോ എൻ്റെ ഓർമ്മ പോയി. എൻ്റെ കണ്ണ് അയ്യോ. ഞാനിത് എവിടെയാ? ഞാനിത് ഇവിടുത്തെ കണ്ണട കണ്ടതുപോലെ ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്ത് ഞാനിപ്പോൾ ഇവിടെ എന്താ സംഭവം തയ്ക്കുന്ന മനസ്സിലാവല്ലേ? ഞാനിതെവിടെയാവും? ചൂട് നടക്കണം.
നമ്മളെ ടോർച്ച് ഉണ്ടോ? ഞാൻ അങ്ങനെ ഇവിടുത്തെ ഡയറക്റ്റ് ഇവിടെ സ്റ്റോണൊക്കെ ഇരിക്കും. വെളിച്ചം അപ്പോഴും ഞാൻ മൈനിങ് ഏരിയയിൽ അങ്ങനെ ആരെന്നെ ഇവിടെ കൊണ്ടിട്ടേ? നമ്മൾ മറ്റേ നേരത്തെ കണ്ട സ്ഥലല്ലേ? അങ്ങനെ അവിടെയല്ല നമ്മുടെ ഹീറോ ബ്രെയിൻ്റെ അത് കണ്ടേ? അല്ലേ ഹീറോ ബ്രെയിൻ്റെ സാധനം അവിടെയല്ലേ കണ്ടേ? എനിക്ക് ഉറപ്പാണ് ഹീറോ ബ്രെയിൻ്റെ സാധനം ഞാൻ അവിടെ തന്നെ കണ്ടേ. അല്ല ഹീറോ ബ്രെയിൻ്റെ കുരിശ് റെഡ് സ്റ്റോൺ അതൊക്കെ എവിടെ? കുരിശൊക്കെ എവിടെ? ഇനി ഇവിടെ എന്തെങ്കിലും സീൻ എന്തെങ്കിലും ഉണ്ടോ കേസ് പുറത്ത് പോയി? എന്നാലും ഞാൻ ഇനി ഹാലോസിനെ ചെയ്താണോ? എനിക്ക് അറിയില്ല. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുള്ള കേസ് എന്താ സംഭവിച്ചെന്ന് എനിക്ക് മാത്രം. നിങ്ങൾ കണ്ടായിരുന്നു എന്താ? അല്ല എന്തോ ഒരു കുഴപ്പമില്ലാണ്ടില്ല അവിടെ. ഞാൻ അങ്ങനെ വന്നേ വീറ്റ് പശുവിന് ഇത്തിരി വീറ്റ് കൊടുത്തേ കേസ്. പശു അവിടെ എന്താ കേസ് ഇവിടെ സംഭവിച്ചു മനസ്സിലാണല്ലേ? ഇവിടെ ഞാൻ എന്തെങ്കിലും അവിടെ എടാ അവിടെ എന്താ ചോന്നത്? എനിക്ക് എൻ്റെ കണ്ണ് ചോന്ന ബെഡ് അവിടെ. ഈ ചോമ്പ് കളർ കാണുമ്പോൾ എനിക്ക് പേടി. എന്നാലും ചോന്ന ബെഡ് ഇതെങ്ങനെ ആലോചിക്കുമ്പോൾ എന്താ? പശുവിന് ഇത്തിരി വീറ്റ് കൊടുത്തേക്കടാ നമുക്ക്. പശുവിന് അതെന്താ ചോപ്പ കണ്ടിട്ടാ? ഷീപ്പിൽ ഞങ്ങൾ ആകെ വെള്ളയും ബ്ലാക്കും പിന്നെ ഗ്രേ കളി. ചോപ്പ് എങ്ങനെയാ? അവിടെ ഇവിടെ ഫുള്ള് ഹീറോ ബ്രെയിൻ്റെ കളിയാടാ. എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുള്ള. ഫുള്ള് ഹീറോ ബ്രെയിൻ്റെ കളി. ചോപ്പ് അയ്യോ എനിക്ക് എന്തൊക്കെയാ പോലെ തോണേ. എടാ ഞാനിങ്ങനെ ഇവിടെ ഇത് നമ്മുടെ ചോപ്പ് അവിടെയും ചോപ്പാ. എന്താ എനിക്ക് പറ്റണേ എനിക്ക് മനസ്സിലാവുള്ള. ഇത് നമ്മുടെ പക്ക ജയിലില്ലേ? ഞാനിങ്ങനെ ഇവിടുത്തെ എനിക്കൊന്നും മനസ്സിലാവുള്ളത്. ഇവിടെ ചോപ്പാ. ഇവിടെ ചോപ്പ് എടാ എനിക്ക് എന്താ പറ്റും? ഞാൻ ഓരോ സമയത്ത് ഓരോ ടെലിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കണോ? ഹീറോ ബ്രെയിൻ്റെ കളിയാണോ ഗൈസ്? അവിടെ എനിക്കൊന്നും മനസ്സിലാവുള്ളത്. ഹീറോ ബ്രെയിൻ്റെ കളിയാണെന്നുകൊണ്ട് അവിടെ നമ്മുടെ ബേസില്ലേ? ബേസിൻ്റെ അടുത്ത് വെള്ളത്തിന് അവിടെ ഇങ്ങനെ എത്തിയേ ഗൈസ്? എനിക്കൊന്നും മനസ്സിലാവില്ല. അയ്യോ അവിടെ സ്ക്രീനൊക്കെ നിങ്ങൾ നമ്മുടെ അവിടെ ഒരു ചോപ്പ് ബ്ലാക്ക് കളറുണ്ട് ഗൈസ്. നിങ്ങൾക്ക് എന്തൊക്കെ ഇവിടെ നടക്കണ? ഞാൻ ടീച്ചർ ബ്രോയോട് പറഞ്ഞാലോ എന്താ നമ്മുടെ വേൾഡിൽ ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സർവറിൽ എന്തോ ഹീറോ ബ്രെയിൻ്റെ പ്രശ്നമുണ്ട്. എടാ ഇപ്പം ഇവിടെ ചോപ്പ ഞാൻ നേരത്തെ ചോപ്പ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാണാനില്ലല്ലോ. ഇതെന്തൊക്കെ എനിക്ക് എന്തെങ്കിലും ഹാലോസിനേറ്റ് ആവുന്നതാണ്. എന്താ ശരിക്കുണ്ടോ? നമുക്ക് എന്തായാലും ഇതിൻ്റെ ട്രൂത്ത് കണ്ടുപിടിക്കാണ്ട് പറ്റില്ല. അതിനായിട്ട് നമുക്ക് ആകെ ഒരാളുടെ സഹായമേ പറ്റുള്ളൂ. അവിടെ എനിക്ക് അതിൻ്റെ സത്യത്തിൻ്റെ പിന്നിലത്തെ സത്യം കണ്ടുപിടിച്ചേ പറ്റൂ. ഇവിടെ നമ്മളെ ബഗ് സെർവറിന് എന്ത് പറ്റുമെന്ന് അറിയണേയില്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കണ്ടുപിടിച്ചെങ്കിൽ അതിൻ്റെ സത്യം കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ അങ്ങനെ വെള്ളത്തേക്ക് എത്തി. അവിടെ ഞാൻ അങ്ങനെ വെള്ളത്തേക്ക് ചാടിയേ. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇതിൻ്റെ പിന്നിൽ സത്യം എന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇതിനു വേണ്ടി ഞാൻ ഒരു ദിവസം എന്തായാലും ഇറക്കി തിരിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ.